Good morning, students. Assalamu alaikum. Today we are going to discuss the Mu'amalat. First of all, the introduction to Mu'amalat. The literal meaning of the term Mu'amalat is plural of Mu'amala. Is the transaction, while its technical ideas is any form of mutual dealings held between men to solve their everyday needs, especially in matters relating to trade and commerce. Muamalat is a social relationship which consists of various economic and non-economic activity. അതായത് മുആമലാത്ത് എന്നുള്ളത് മുആമല എന്നുള്ളതിൻ്റെ പ്ലൂരലാണ്. അതിനർത്ഥം ദ ട്രാൻസാക്ഷൻ, നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ എന്നിവയാണ് മുആമലാത്ത് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനെ ടെക്നിക്കലി പറയുന്നത് മ്യൂച്വൽ ഡീലിങ്സ്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള മനുഷ്യർ തമ്മിലുള്ള മ്യൂച്വൽ ഡീലിങ്സ് ടു സോൾവ് ദെയർ എവറിഡേ നീഡ്സ്, എസ്പെഷ്യലി ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് ഒരു മനുഷ്യൻ്റെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട് വ്യക്തികൾ പരസ്പരം നടത്തുന്ന കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയൊക്കെയാണ് മുആമല എന്ന് പറയുന്നത്. സോ മുആമലാത്ത് ഈസ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ which consist of various economic and non-economic activities. അപ്പോൾ മുആമലാത്തിൽ എക്കണോമിക്കൽ, അതായത് ഫിനാൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നടത്തുന്ന എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു മുആമലാത്ത് ഫോർമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ, ശരിയ ബേസിക് പ്രിൻസിപ്പിളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ദ പെർമിസിബിലിറ്റി ആസ് എ ജനറൽ റൂൾ. ജനറൽ റൂൾ ആയിട്ടുള്ള ഒരു പെർമിസിബിലിറ്റി, അതിന് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ദ സ്റ്റാറ്റസ് ഓഫ് ആൾ മാറ്റേഴ്സ് അതർ ദാൻ ദ റിച്വൽസ് ഈസ് പെർമിസിബിൾ അണ്ടിൽ എവിഡൻസ് ഈസ് ഗിവൺ ദാറ്റ് എ സർട്ടൈൻ മാറ്റർ ഈസ് പ്രൊഹിബിറ്റഡ്. അതായത് ഒരു സർട്ടൈൻ മാറ്റർ പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള എവിഡൻസ് തരുന്നത് വരെ മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, ഈസ് പെർമിസിബിൾ. ജനറൽ റൂളിനനുസരിച്ച് അതെന്താണ്, പെർമിസിബിൾ ആണ്. അതൊരു ബേസിക് പ്രിൻസിപ്പിൾ. രണ്ടാമത് പറയുന്നത് ദ കൺക്ലൂഷൻ ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ കൺസെന്റ്. ഒരു കോൺട്രാക്ട്, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ പരസ്പരം രണ്ട് പാർട്ടീസും തമ്മിലുള്ള അനുവാദത്തോടു കൂടിയായിരിക്കണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ദ മ്യൂച്വൽ കൺസെന്റ് മീൻസ് ദാറ്റ് ദ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ പാർട്ടി ഷാൾ ബി ഫ്രീ ഫ്രോം എനി എലമെന്റ്സ് ഓഫ് correction, fraud, misrepresentation or either illegal means. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് പാർട്ടീസ്, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്യരുത്, ഫ്രോഡ് കാണിക്കരുത്, മിസ്റെപ്രസെൻറ്റേഷൻ കാണിക്കരുത്, അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് മറ്റൊരു ബേസിക് പ്രിൻസിപ്പിൾ. ഇനി പിന്നീട് പറയുന്നത് കൺഫോമിറ്റി ഓഫ് എ കോൺട്രാക്ട് വിത്ത് ദ മക്കാസിദ് അൽ ശരിയ. മക്കാസിദ് ശരിയയുടെ കൺഫോമിറ്റി കിട്ടുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റുകളായിരിക്കണം എന്നാണ് പിന്നീട് പറയുന്നത്. അതായത് ദ ട്രാൻസാക്ഷൻ ഓർ കോൺട്രാക്ട് എൻറ്റേർഡ് ബൈ ഇൻഡിവിജ്വൽസ് ഷാൾ ബി അക്കോർഡൻസ് വിത്ത് ദ മക്കാസിദ് അൽ ശരിയ. അതായത് മക്കാസിദ് ശരിയയുടെ നിയമാനുസൃതങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കോൺട്രാക്റ്റുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രാൻസാക്ഷനുകളോ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ശരിയ പ്രിൻസിപ്പിൾ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൈഡ് സർക്കുലേഷൻ ഓഫ് വെൽത്ത്. ഇസ്ലാമിലൊരു പോളിസിയാണത്. അതായത് വെൽത്ത് ആൻഡ് ദ പ്രോപ്പർട്ടി ഷുഡ് ബി സർക്കുലേറ്റഡ് എമംഗ് ദ ജനറൽ പബ്ലിക് ആൻഡ് ആക്റ്റീവ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇസ്ലാമിലൊരു ബേസിക് റൂളാണ്. അതായത് ഒരാളുടെ കയ്യിൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ മാത്രം പൈസ നമ്മൾ എന്ത് വെക്കരുത്, കുമിച്ചു കൂട്ടി വെക്കരുത് എന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിളാണ് അത് ഇസ്ലാമിൻ്റെ. അപ്പോൾ അതിൽ നിന്നാണ് വെൽത്ത് എപ്പോഴും സർക്കുലേറ്റ് ആയിട്ടിരിക്കണം, ഒരാളെടുത്ത് മാത്രം കൂടി നിൽക്കുന്ന രൂപത്തിലാവരുത്, അത് പബ്ലിക്കിൽ സർക്കുലേറ്റ് ആയിരിക്കണം. അത് ഇൻ ദ കേസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആയാലും ഇൻവെസ്റ്റ്മെന്റ് ആയാലും എപ്പോഴും മാർക്കറ്റിൽ സർക്കുലേറ്റ്, അപ്പോഴാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സോ അത് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് റൂളാണ്. അതാണ് പിന്നീട് പറയുന്നത്. ആൻഡ് അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി ഇൻ കൊമേഴ്ഷ്യൽ ഡീലിംഗ്. അതായത് കൊമേഴ്ഷ്യൽ ഡീലിങ്സിലൊക്കെ ട്രാൻസ്പെറൻസി, വിശ്വാസ്യത, അതുപോലെ തന്നെ മറ്റുള്ള ഒരാൾക്ക് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ശ്രമിക്കുക. All financial transactions must be conducted in such a manner that all the parties are clear about all the important facts including the terms and conditions in their dealings. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ വരുന്ന എല്ലാ നോംസ് ആൻഡ് റൂൾസും അതുപോലെ ബാധ്യതകളും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അതായത് അവിടെ ഒരു ഒരാൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാതിരിക്കുക, അങ്ങനെ ആയിരിക്കരുത്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും, എല്ലാവർക്കും ആ കാര്യം വിശ്വാസത്തിലെടുക്കാനും പറഞ്ഞ കാര്യങ്ങൾ. സോ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ
ഡീലിങ്സുകളും ഓരോ കോൺട്രാക്റ്റുകളും നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ്, ജസ്റ്റിസ് ആൻഡ് ഫെയർ ഡീലിംഗ്. Justice is the general principles of Sharia that needs to be observed in all Islamic transaction and contract. നമ്മൾ പഠിച്ചിട്ടുണ്ട് justice and fair dealings is the one of the main characteristics of Islam, a main principle of Sharia. നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനോ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ജസ്റ്റിസും അതുപോലെ തന്നെ ഫെയർ ഡീലിങ്ങും ആണ് എന്നുള്ള കാര്യം ഓരോ പാർട്ടീസും അതിൽ എന്ത് വരുത്തണം, നിർബന്ധം കാണിക്കണം. അതാണ് നമുക്കിതിൽ പഠിക്കാം. ഇനി പറയുന്നത് ഇസ്ലാമിലെ ട്രാൻസാക്ഷനുകളിലുള്ള ജനറൽ പ്രൊഹിബിഷൻസ് ആണ്. The general prohibition in muamalat. All economic activities are legally permissible as long as these activities do not transgress any of the tenets of Sharia. അതായത് ശരിയയുടെ നിയമനങ്ങൾക്ക് ഒരിക്കലും വിപരീതമായി ചെയ്യാത്തിരുന്നിടത്തോളം കാലം എല്ലാ ട്രാൻസാക്ഷനും ഇസ്ലാമിൽ ലീഗലി പെർമിസിബിൾ ആണ്. ആൻഡ് ഇൻ ദ ലൈൻ വിത്ത് ദിസ് മാക്സിം, it is the unanimous opinion of all four major Islamic Sharia school of thoughts, Hanafi, Maliki, Shafi and Hanbali, that all forms of business transaction that transgress any of the tenets of Sharia are considered invalid. അതായത് 4 മദ്ഹബുകളും ഒരേ തരത്തിൽ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനോ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ശരിയേനെ ഗണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണ് എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോ കോൺട്രാക്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ സെല്ലിംഗ് ഓർ ബൈയിങ് ഫോർബിഡൻ പ്രൊഡക്ട്സ് സച്ച് ആസ് ആൽക്കഹോൾ ഇൻ അതർ ഫോർബിഡൻ സബ്സ്റ്റൻസസ്. ഇസ്ലാമിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഫോർബിഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹദീസാണ് ഇവിടെ കാണിക്കുന്നത്. Surely Allah and His Messenger have prohibited the sale of wine, the flesh of dead animals, swine and idols. അതായത് ഇത് സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഫോർബിഡ് ആക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ ഡീൽ ചെയ്യാനോ പാടുള്ളതല്ല. അതുപോലെ നോ കോൺട്രാക്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ എനി ഫൈനാൻഷ്യൽ ഡീൽ ഓൺ ദ ബേസിസ് ഓഫ് യൂഷറി. അതായത് റിബ മീൻസ് Allah has permitted trade and forbidden usury. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരായത്താണത്. അതായത് പലിശരഹിതമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രേഡുകളും ഫിനാൻഷ്യൽ ഡീലിങ്സുകളും ഒക്കെ ഇസ്ലാമിൽ എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്, ഫോർബിഡൻ ആണ്. ആൻഡ് മൂന്നാമത് പറയുന്നത് ദ കോൺട്രാക്ട് ഇൻവോൾവ്സ് ഇൻ ഗാംബ്ലിംഗ് മൈസിർ ഈസ് ഫോർബിഡൻ ഇൻ ഇസ്ലാം. അതിൻ്റെ ഒരു പറയുന്ന ഖുറാനിക് ആയത്താണ്. ദേ വിൽ ആസ്ക് യു കൺസേണിങ് വൈൻ ആൻഡ് ഗാംബ്ലിംഗ്, സേ in them is great sin and some benefits for men, but the sins is greater than the benefits. അപ്പോൾ ഈ ഖുറാനിക് ആയത്ത് പ്രകാരം നമ്മൾ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ ഗാംബ്ലിങ്ങോ മൈസൂരോ ആയിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീലിങ്സുകളും ഇസ്ലാമിൽ ഫോർബിഡ് ആയിട്ടുള്ള ഡീലിങ്സുകളാണ്. നെക്സ്റ്റ്, കോൺട്രാക്ട് ദാറ്റ് ഇൻവോൾവ്സ് മേജർ അൺസർട്ടനിറ്റി, അതായത് എറർ ഈസ് ആൾസോ ഫോർബിഡൻ ആൻഡ് മേ മേക്ക് ദ കോൺട്രാക്ട് വൈഡബിൾ. അതായത് എറർ വന്നു പോകുന്ന തരത്തിലുള്ള കോൺട്രാക്ട്സുകളും ഇസ്ലാമിൽ എന്താണ്, ഫോർബിഡ് ആണ്. സൂറത്ത് നിസായിൽ 29-ാമത്തെ ആയത്തായിട്ട് പറയുന്ന ആയത്താണിത്. എല്ലാവരും അതൊന്ന് നോക്കുക, വ്യക്തമായിട്ട് അതിൻ്റെ ഖുറാനിക് ആയത്തും മീനിങ്ങും വായിച്ച് മനസ്സിലാക്കുക. ഒരു മുആമലാത്ത് ഫോം ചെയ്യുമ്പോൾ അതിൽ ഫോർബിഡ് ആയിട്ടുള്ള എലമെൻസുകൾ, ഇപ്പോൾ നേരത്തെ നമ്മളതിൽ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു എലമെൻ്റാണ് റിബ, യൂഷറി. Al-Jassas defined riba as a loan given for a stipulated period with a stipulated increase on the principal payable by the loan taker. അതുപോലെ തന്നെ റിബ also defined as an increase that has no correspondence consideration in any exchange of property for property. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിബനെ പറ്റിയിട്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റിബ, അതായത് ഇൻട്രസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിബ ദുയൂൻ, റിബ ബുയു. അതിനെ റിബ ദുയൂൻ തന്നെ റിബ ഖർദ്, റിബ ജാഹിലിയ, അതുപോലെ റിബ ബുയു, റിബ നാസിയ, റിബ അൽഫാദ്. അങ്ങനെ 4ഓളം ക്ലാസിഫിക്കേഷൻസ് ടോട്ടലി റിബക്ക് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കിതിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്.